ബദരീങ്ങളെ ഇടയാളന്മാരാക്കി തേടിയാൽ അള്ളാഹ് പെട്ടെന്ന് കേൾക്കും എന്നാണ് പറയാ. എല്ലാ മേഖലയിലും ജീവിതത്തിന്റെ ഏതെല്ലാം പ്രതിസന്ധിയുണ്ടോ, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, ആ മേഖലകളിലെല്ലാം ബദരീങ്ങളെ അവർ ഇടയാളന്മാരാക്കി കൊണ്ടുവരുന്നു. കച്ചവടം, കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളുടെ ബറക്കത്തിനാൽ ശരിയാക്കണം യാ റബ്ബന. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളുടെ ബറക്കത്തിനാൽ എമ്മ കാക്കണം യാ റബ്ബന. ദണ്ണംബാബ സൂരിയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളുടെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ദാഹുമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനബനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ഇങ്ങനെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഈ രൂപത്തിൽ മരണപ്പെട്ടു പോയ ആളുകളെ കൊണ്ടുവന്ന് ഇടയാളന്മാരാക്കി കൊണ്ടുവരുന്ന ഈ ഒരു വളരെ ദുഷിച്ചവും നീചവുമായ ഇസ്ലാമിക പ്രമാണങ്ങൾ കന്യമായ ഈ ഒരു വിശ്വാസം, അതിനെ പൂർണ്ണമായ രൂപത്തിൽ അവഗണിക്കാൻ കേരളീയ മുസ്ലിങ്ങൾക്ക് ആവേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. റസൂൽ തന്നെ കൃത്യമായി ആവർത്തിച്ചത് പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ല വഇദ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇദാ സഅൽത ഫസ്അൽ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക. ഇനി സഹായം തേടുകയാണെങ്കിലും റബ്ബിനോട് തേടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ ആരെയും മുൻനിർത്തി റസൂൽ തന്റെ ജീവിതത്തിലെ ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിലും റബ്ബിനോട് തേടിയിട്ടില്ല.